വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വീർ സവർക്കർ ആരാണെന്ന് അറിയാത്ത ഒരാളല്ലോ ശശി തരൂര്. ഞാൻ പറയാം, സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസ്സുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തരൂരിങ്ങനെ നിരന്തരം അപമാനിക്കത്തുള്ള പാർട്ടി വിരുദ്ധമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടൊരു നടപടി കർശനമായി എടുക്കാൻ കഴിയും? ഏതായാലും കാത്തിരിക്കുക. ഇന്നലെ ഏതായാലും അദ്ദേഹം വന്നു. UDF തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള. കാരണം UDF സ്ഥാനാർത്ഥിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു. പാർലമെൻറ്റിൻ്റെ ഇടയിൽ തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ വ്യക്തമാകുന്നത്. പക്ഷേ സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് സ്വീകരിക്കാൻ പാടില്ല. ഈ സുരേഷ് ഗോപി ഇന്നലെ വോട്ട് ചെയ്തത് ഇവിടെ ശാസ്ത്രമംഗലത്താണ്. വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ് തൃശ്ശൂരിൽ അതേ വോട്ട് ചേർത്തത്. അപ്പോൾ അദ്ദേഹം അവിടെ സ്ഥിരം താമസക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആദ്യം ചേർത്തത്. ഇതിൻ്റെ അകത്തൊരു അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴല്ല. ഇവിടെ വോട്ട് ചേർത്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂർ വോട്ട് ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും എൻ്റെ വോട്ട് ഞാൻ വടകരയിൽ MP ആയിരുന്നപ്പോഴും ആ MP ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി, ലോക്കൽ ബോഡി, പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ്, ഈ മൂന്നിടത്തും ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത്. അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. അപ്പോൾ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ചെന്ന്, അദ്ദേഹം ഒരുപാട് വർഷം മാളയിൽ മത്സരിച്ചു. പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മുകുന്ദപുരത്തൊക്കെ മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുരളി മന്ദിരം പൂങ്കുന്ന തൃശ്ശൂർ എന്നുള്ള അഡ്രസ്സായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല, അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ഇടത്ത് അദ്ദേഹം വോട്ട് ചേർത്തിട്ടില്ല. ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായതുകൊണ്ടും കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടും ആ പെറ്റീഷൻ അന്ന് തള്ളിക്കളഞ്ഞു. ഞാനും ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. ഇത് എന്താ പറയണ്ട, പാർലമെൻറ്റിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, ആ രീതി ശരിയല്ല.